Welcome to Vidya's vlog. നമ്മൾ ഇതുപോലത്തെ നല്ല ടേസ്റ്റുള്ള ചക്കയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചക്ക വെച്ചിട്ട് ചക്കയപ്പമാണ് ഉണ്ടാക്കുന്നത്. നല്ല പഴുത്ത നല്ല മധുരമുള്ള ചക്കയാണ്. വരിക്കച്ചക്ക എന്ന് പറയും. നമ്മൾ മറ്റേ കൂഴച്ചക്കയല്ല, വരിക്കച്ചക്കയാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നന്നായി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ അറയിലിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ശർക്കര ചീകിയതും കൂടി ഇട്ട് കൊടുക്കാം. കട്ടയില്ലാത്ത കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. അപ്പോൾ അതിങ്ങനെ ചീകിയത് ശർക്കരപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാകത്തിന് അരിപ്പൊടിയും കൂടി പുട്ടിൻ്റെ പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പുട്ടിൻ്റെ പൊടിയാണിത്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് പൊടിയും ചക്ക മിക്സിയിൽ അരച്ചതും വെല്ലവും ശർക്കരപ്പൊടിയും അരിപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് ഇതിനകത്തേക്ക് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെല്ലം വെളുത്ത വെല്ലമായിരുന്നു, കറുത്ത വെല്ലമല്ല, വെള്ള വെല്ലമായിരുന്നു അത്. ഇതിലേക്ക് ഏലക്കയും ചെറിയ ജീരകവും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്. മിക്സിയിൽ പൊടിയാൻ വേണ്ടി പഞ്ചസാര 2 സ്പൂൺ കൂടി ചേർത്ത് ഏലക്കയും ജീരകവും കൂടി പൊടിച്ചെടുത്തിയാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യും. മിക്സൊക്കെ കൂട്ടി വെച്ച് ഇനി ഇതുപോലത്തെ ഇല ഇത് നമുക്ക് ഉണ്ടാക്കാം. ഇത് വയനയില എന്ന് പറയും. ഇതുപോലത്തെ ഇല പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ട് ഇതിനകത്തേക്ക് വെക്കുന്നത് എങ്ങനെയാണ് കാട്ടിത്തരാം. ഇലയൊക്കെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം ചൂടാകാൻ വെച്ചു. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാകാൻ വെച്ച് ഇഡ്ഡലി പാത്രത്തിൽ തട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഇല ഇല്ലാത്തൊരു 1-2 ഇലയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഇല പാത്രത്തിൽ വെള്ളത്തിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മണവും ടേസ്റ്റൊക്കെ ഈ അപ്പത്തിലുണ്ടാവും. എന്നിട്ട് ഇഡ്ഡലി തട്ടിൽ വെച്ച് പുഴുങ്ങിയാൽ മതി. അപ്പം നമ്മളിങ്ങനെ ഇല എടുത്തിട്ട് അതിനെ ഇങ്ങനെ മടക്കി, എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ, ഇങ്ങനെ മടക്കിയിട്ട് ഇത് ഒരു ഊണെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ചിട്ട് നമ്മൾ ഈ ഇല മടക്കി ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പാത്രത്തിൽ വയ്ക്കുക. അപ്പം എല്ലാം നമുക്ക് ഇതുപോലെ റെഡിയാക്കാം. എല്ലാ ഇലയിലും നമ്മൾ മാവ് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മാവ് വെച്ചിട്ട് അറ്റം മടക്കി ഇങ്ങനെ വെച്ചാൽ മതി. തണ്ടുണ്ടെങ്കിൽ ആ തണ്ട് ഇങ്ങനെ തുളച്ച് ഇങ്ങനെ വെച്ചാൽ മതി. ഈർക്കലും ഒന്നും വേണ്ട ഇത് ഉണ്ടാക്കുന്നതിന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം നമ്മൾ ഇത് വേകാനായിട്ട് വയ്ക്കാം. നമ്മൾ ചക്കയപ്പം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ. നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്.